ഓരോ കാലറി കഴിക്കുന്നതിന് ഞാൻ 1 രൂപ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. 2 ടീമുണ്ട്. നിങ്ങൾ 2 പേരും ഒരു ടീം, നമ്മൾ 2 ഒരു ടീം. ആളെ വിട്ടു തരും. പിന്നെന്താ? അപ്പൊ നിങ്ങളുടെ ക്യാമറ അത്, ഞങ്ങളുടെ ക്യാമറ ഇത്. വരും പോവാൻ നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ. നീ റെഡി അല്ലേ ഫുള്ളും കഴിക്കാൻ? യെസ്. ഏതാ ആദ്യം കഴിക്കേണ്ടത്? വല്ല ഐഡിയ ഉണ്ടാ? ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർബക്സിൽ പോകുന്നു വിചാരിക്കുന്നു അല്ലേ? അതെ, അവിടെ അണ്ണന്റെ വക 1000 കാലറിയുടെ ഒരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. കഴിച്ചു 1000 കാലറി ഒരു സാധനം ഉണ്ടെന്ന് നമുക്ക് അവിടെ പോകുന്നത്. 2000 കാലറിയുടെ പൊക്കത്തുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചു തീർക്കാം. പിന്നെ ഫേസിൽ എന്തോ മ്ലാന കണക്കിരിക്കുന്നു. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. നീ ക്രൗഡ് ഫേവറേറ്റ് ഇല്ലേ? ആണോ? അല്ലേ? ചാലഞ്ചിന് 3 റൂൾസ് ആണുള്ളത്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്ന ഓരോ കടയിൽ നിന്ന് 2 ഐറ്റം മാത്രമേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ആ 2 ഐറ്റം വ്യത്യാസമായിരിക്കണം. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്ന ആരെങ്കിലും അബദ്ധവശാൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലറി കൗണ്ട് പകുതിയായി പോകും. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് 5 മണിക്ക് മുമ്പേ ഫൈനൽ ലൊക്കേഷനിൽ എത്തുകയും വേണം. എത്തിയില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. വണ്ടിപ്പരിപ്പ് തുടങ്ങിയല്ലോ. നമ്മൾ കല്ലൂർ സ്റ്റേഡിയത്തിന് അടുത്ത് തന്നെ ഒരു ബേക്കറി കയറി കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 150 ഗ്രാം വീതം കാഷ്യൂം ഇപ്പം പിസ്ത എടുത്തിട്ടുണ്ട്. 840 കാലറിയാണ് പിസ്തയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂവിന് വരുന്നത് 825. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. പോവാം. എങ്ങോട്ടാണ് ഓട്ടോകൾ പോകുന്നത്? അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഐറ്റം എടുക്കാം കേട്ടോ. നമ്മൾ 150 ഗ്രാം കാഷ്യൂ. എനിക്ക് അളി എന്താ കഴിക്കുന്നത്? 150 ഗ്രാം പിസ്താഷ്യോസ് പിസ്ത. അപ്പോൾ നമ്മൾ തുടങ്ങാം കേട്ടോ. 840 കാലറി. ഇവിടെ നിന്ന് വണ്ടി കിട്ടൂല, അപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷൻ വരെ ഓടണം, എന്നാലേ വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് നോക്കിയാൽ കാണാം, അടച്ചിടക്കുവാണ്. കട അടച്ചിടക്കുവാണ്. ഇത് ഫസ്റ്റ് കട അടച്ചിടക്കുക. ഗൈസ് നമ്മൾ ഓട്ടോ കയറി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം 2.9 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ള അടുത്തുണ്ട് സ്റ്റാർബക്സിലോട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ സ്റ്റാർബക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം മറ്റേ ലെഫ്റ്റിട്ട് കയറി കുറച്ച് കശുവണ്ടിയും മറ്റേ കുറച്ച് പിസ്തയും വാങ്ങിച്ചത്. പിന്നെ തോട് പിടിച്ചിട്ട് ടാസ്ക് അല്ലേ? ഇവിടെയും ഡിലേ ഉണ്ട്. ഇനി 5 മിനിറ്റ് തുറക്കും. നമുക്ക് വേണേൽ വേറെ കടയിൽ പോവാം. പക്ഷേ വേറെ കടയിൽ പോകുമ്പോൾ ഇനിയും സമയം എടുക്കണം. കടയിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന 5 മിനിറ്റ്. ഗൈസ് അപ്പോൾ എൻ്റെ 150 ഗ്രാം അണ്ടിപ്പരിപ്പ് കഴിക്കാൻ പോവാണ്. ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും കഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് 840 850 കാലറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിയിൽ നിന്ന് ഇതിന് ബാക്കി പിസ്തയും കൂടെ കഴിക്കാറുണ്ട്. അത് കഴിക്കുന്നത് മാത്രമല്ല, ഇതിന്റെ തോട് പൊളിക്കുന്ന ടാസ്ക്കാണ്. അവിടെ സമയം എടുക്കുന്നല്ലേ? നമ്മുടെ 2 പേരുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇവള് മേടിച്ചെന്ന് പറഞ്ഞാൽ തിൻ ക്രസ്റ്റ് റെഗുലർ, വേറെ ചെറിയൊരു സൈസാണ്. 800 കാലറി ഉണ്ട്. ഇത് 800 കാലറി. അതെ ആയിട്ടോ. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് നോൺ വെജ് സുപ്രീം. ഇത് കഴിച്ച് മടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ കഴിക്കേണ്ടി വരും. ഇതിന് 2200 തൊട്ട് 2800 കാലറിയാണ്. നമ്മളിതിന് താഴത്തെ കാലറി എടുക്കുന്നുള്ളൂ. അപ്പോൾ 2200 കാലറി. എനിക്ക് കുറച്ച് മെനക്കേടായിരിക്കും കേട്ടോ. അവർക്ക് വലിയ എളുപ്പമാണ്. അത് ചൂടോടെ കഴിച്ചാൽ അത്ര നല്ലത്. അവന്മാരിപ്പോൾ എന്ത് കഴിക്കുന്ന അറിയത്തില്ല. എൻ്റെ സ്ട്രാറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കൂടുതൽ കഴിക്കുക, ഇവളിപ്പോൾ കുറവ് കഴിക്കും. അടുത്ത ഷോപ്പിൽ ഇവള് കൂടുതൽ കഴിക്കും, ഞാൻ കുറവ് കഴിക്കും. എന്നൊക്കെയാണ് ഉദ്ദേശം. ഞാൻ ഒരു ടാറ്റ എംപ്ലോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 20% ഓഫ് ഉണ്ട്. ഞാൻ പലവട്ടം ഇവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതിൻ്റെ റേറ്റ് കണ്ടിട്ട് ഒരു സാധനം പോലും മേടിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഇവിടെ ലോണാവാല പോയപ്പോൾ എൻ്റെ ബാഗ് വെക്കാൻ വേണ്ടി ഇവിടെ കയറിയിട്ടുണ്ട്. അല്ലാതെ കുറേ വട്ടം കയറിയിട്ടുണ്ട്. പക്ഷേ റേറ്റ് കാരണം കഴിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ചലഞ്ച് ആയതുകൊണ്ട് പൈസ ഒരു വിഷയമല്ലല്ലോ. നമുക്ക് അടിച്ചു കയറ്റാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രണ്ടാമത്തെ സ്ലൈസ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് 4 മണിക്ക് ഒരു അലാറം വെക്കാം. ഇപ്പോൾ ഓൾറെഡി 12:40 ആയി. പക്ഷേ നമ്മൾ 4 മണിക്ക് തിരിച്ചു വരാൻ പോയി കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ എത്തത്തില്ല സമയത്ത്. 5 മണി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തോക്കും. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് തന്നെ ഇറങ്ങാം. ഒരു അലാറം ഇട്ടേക്കുന്നത്. ഇത് തീരാറാവണോ? ചെറിയ പീസും കൂടി. 800 കാലറി ഡൺ. ഇത് കണ്ടോ, സിഗ്നേച്ചർ മിൽക്ക് ഉണ്ടോ? അതിനകത്ത് ചോക്ലേറ്റിന് 1050, സ്ട്രോബെറിക്ക് 943 കാലറി. അപ്പോൾ അത് രണ്ടും നമ്മൾ ഓരോന്ന് ടൈം വെച്ച് കൊണ്ടിരിക്കുമായിരിക്കും. അതൊന്നും കറങ്ങി നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ. തോറ്റിട്ടില്ല. പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഗൈസ് നമ്മളിപ്പോൾ ടേക്ക് അവേ ആയിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാം. കാരണം എങ്ങും ഇരുന്ന് കഴിക്കണമെന്നോ ഡൈൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അല്ലടാ, നമുക്ക് ടാക്ടിക്കലായിട്ട് ഉള്ള അപ്രോച്ചാണ്. നമുക്ക് അടുത്തടുത്തോട്ട് നമ്മൾ പോകുന്ന ടാക്സിയിൽ നമുക്ക് കുടിക്കാം. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റാർബക്സിൽ വന്നിട്ട് മറ്റേ കപ്പിൽ പേര് എഴുതണം. കാശ് കൊടുത്തൊന്നും മേടിക്കാത്തതുകൊണ്ട് ഇവരെ കപ്പ് വന്നിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം കപ്പ് കിട്ടും. അപ്പം ഗൈസ് ഒരു പ്രോട്ടീൻ ഫോം ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 240 കാലറി നമുക്ക് കയറും. അപ്പോൾ നമുക്കത് ചെയ്യാം അല്ലേ? ബുദ്ധിമുട്ടാവും പ്രോട്ടീൻ കഴിച്ചാൽ? സീൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ 2 ഷോപ്പിൽ കയറിയതിൻ്റെ നമ്മുടെ ഇത്. അപ്പോൾ സ്റ്റാർബക്സ് നമുക്ക് ഇച്ചിരി ലാഭമായിരുന്നില്ലേ? പ്രോട്ടീൻ ഫോം കൂടെ ആഡ് ചെയ്താൽ ഇച്ചിരി ലാഭമായി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 20,000 കാലറിയാണ് കമ്പൈൻഡ്. അത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? തീർന്നിട്ടുണ്ടേ. ഗൈസ് നമുക്ക് നമ്മുടെ സാധനം കിട്ടിയിട്ട് എന്തൊരു വലിയ ക്ലാസ് ആണ്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ പേര് ഇതിനകത്ത് എഴുതാൻ പറ്റി. ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ആരംഭിക്കലാമോ? സ്റ്റീം സാധനം കൊള്ളാം കേട്ടോ. കിട്ടില്ലണ്ടേ? നല്ല രസമുണ്ട്. ശ്രുതി ചേച്ചിയുടെ കഴിവാണ് കൈപ്പുണ്യം. 48. 1 മണിക്കൂർ ഇപ്പം എന്തായാലും ആയിട്ട് നമുക്ക് ഇപ്പോഴും 4 മണിക്കൂർ ബാക്കിയുണ്ട്.
അതെ. ഗൈസ് അടുത്ത നമ്മൾ ഫ്രൂട്ട് ബേ കയറാൻ പോട്ടോ. പക്ഷേ ഫ്രൂട്ട് ബേ സ്റ്റാർബക്സ് പോലുള്ള ഞാൻ കുറേ വട്ടം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കാലറി ഏറ്റവും കൂടുതൽ തപ്പി നോക്കാം. നമുക്ക് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ലിക്വിഡ് പിടിക്കാം അല്ലേ? എനിക്കും ഇഷ്ടമാണ്. ഭയങ്കര വില അതുകൊണ്ട് മേടിക്കാറില്ല. ഇഷ്ടമാണോ? ഇഷ്ടമാണ് മേടിക്കും. കാലറി എത്ര എഴുതിയില്ല? 150. ഒരെണ്ണത്തിന് 150. ഒരെണ്ണത്തിന് 150 ഉള്ളൂ. അല്ല ഇതിപ്പോൾ എങ്ങനെ അറിയാം? ഗൈസ് നമ്മൾ ഫ്രൂട്ട് ബേൽ എത്തി. പക്ഷേ നമുക്ക് ചെറിയൊരു പറ്റിപ്പോയി. ഷോപ്പ് ഇപ്പോൾ ക്ലോസ്ഡ് ആവും. 1 മണിക്കേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത് തീർക്കാൻ പോകാം. ലാസ്റ്റ് സിപ്പാ. ഇത് ഏകദേശം 590 ml ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് സിപ്പ് എടുക്കാൻ പോകുന്നത് കണ്ടോ. എൻ്റെ തീരാറ് എന്തിനെന്താ ഇഷ്ടം? അങ്ങനെ 1200 കാലറി നമ്മളങ്ങ് തൂക്കി. നമ്മൾ KFC എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം എല്ലാം ഫാസ്റ്റ് ഫുഡ് ആയിട്ടാ. ഫാസ്റ്റ് ഫുഡ് ആണ്. പക്ഷേ ഫസ്റ്റ് ഡോമിനോസ് കുറച്ച് സമയം എടുത്ത്. അടുത്ത് നമ്മളിപ്പം ബാസ്കിൻ റോബിൻസ് പോകുന്നത് കുറച്ച് ഐസ്ക്രീം കഴിക്കാൻ. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ അടുത്ത്. 2 കിലോമീറ്റർ ഉണ്ട് സ്ട്രൈറ്റ് ആ. പക്ഷെ വണ്ടി കിട്ടണം കേട്ടാ. നമ്മൾ 2 ഐറ്റമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ചെറുത്, അതെനിക്ക് വേണ്ടി. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് പറയുന്നത് സ്മോക്കി റെഡ് COB 5 പീസ് കേട്ടോ. അത് ഇതാണ്. 5 പീസ് ഉണ്ട്. ഇത് 400 കാലറി വരും. 400 കാലറി. ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന അൾട്ടിമേറ്റ് സേവിങ്സ് ബക്കറ്റാണ്. ഇതിനകത്ത് ഏകദേശം കുറേ സംഭവങ്ങളുണ്ട്. ഇതിനകത്തുള്ളത് 4 പീസ് ഹോട്ട് ആൻഡ് ക്രിസ്പി, 6 പീസ് ഹോട്ട് വിങ്സ്, 4 പീസ് പെരി പെരി ബോൺലെസ് എല്ലാം കൂടി കൂട്ടി ഒരു 1900 കാലറി. 1900. പിന്നെ അവൾക്ക് ഈ 3 ഡ്രിങ്കും ഉണ്ട്. ഇത് ഏകദേശം 100 കാലറി ഈച്ചാണ്. അപ്പോൾ 300 ഇത്. അപ്പോൾ 2200 കാലറി ഫുള്ളും കഴിച്ച് കഴിയും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഇത് ഫുള്ള് നീ കഴിക്കണ്ട. ഞാൻ എന്തായാലും ഇത് എനിക്ക് പെട്ടെന്ന് തീരും. രൂപേഷ ചേട്ടാ ഇതൊരു ഫുഡ് ചലഞ്ച് വീഡിയോ ആണ്. അതായത് 1 കാലറി കഴിക്കുന്നതിന് 1 രൂപ വെച്ച് കിട്ടും. 1 കാലറി 1 രൂപ. അപ്പൊ പൊതുവേ മധുരമുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര കാലറി ആയിരിക്കും. ഞങ്ങൾ ഇപ്പൊ സ്റ്റാർബക്സ് കേട്ട് ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചു. ഒരു 500 ml ഉണ്ടായിരുന്നു. വലിയ മെനക്കെടൊന്നും ഇല്ലായിരുന്നു. അതിന് 1200 കാലറി ഉണ്ട്. അപ്പൊ അത് കുടിച്ചു 1200 കിട്ടി. ആ ഒരു സംഭവം. ഓ അത് ടാസ്കാ. അറിയില്ല. അതെ ചേട്ടാ, അർജുൻ എംപി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പുള്ളി കോൺടാക്ട് ചെയ്തു. ചേട്ടൻ കഴിച്ച ചേട്ടനെ വിളിക്കും. ചേട്ടാ പേരൊന്നുകൂടെ പറഞ്ഞേ. രൂപേഷ്. രൂപേഷ് ചേട്ടൻ ഞങ്ങൾ പേഴ്സണലി പ്രൊമോട്ട് റെക്കമെൻഡ് ചെയ്യാണ്. രൂപേഷിനെ കഴിക്കോ? രൂപേഷിനെ കഴിക്കുന്ന മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. ഫുൾ സെറ്റ് ചെയ്തോളാം. വെള്ളവും കൂടെ കുടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു പോരാട്ടമാണ്. അത്രയും ചിക്കൻ ഉണ്ട് അതിനകത്ത്. ഒന്നും കുഴപ്പമില്ല, പറ്റും. ചേട്ടന് മാത്രമേ പറ്റത്തോളാം. അവസാനത്തെ ലെഗ് പീസ് ആയിട്ട് എൻ്റെ തീർന്നു. എന്നത് തീരും. ഇതിനകത്ത് നോക്കിയാലോ? അറിയാം. അതിനകത്ത് നോക്കാല്ലേ? ഞങ്ങൾ ഇന്ന് തുറക്കുന്നു. ഇത് കഴിച്ചാലോ? കാലറി ഉണ്ട്. 2 ഒരെണ്ണം കഴിക്കാൻ പറ്റില്ല. ഗൈസ് നമ്മൾ ആദ്യം അപ്പോൾ കോട്ടൺ ക്യാൻഡി ഒന്ന് ഫ്ലേവർ എടുത്തിട്ടോ. ഞാൻ ആദ്യമായിട്ട് ബാസ്കിൻ റോബിൻസ് വരുന്നത്. ഇതുവരെ കയറിയിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസാ. മാറ്റി പിടിക്കണം. വേറെ ഒന്ന് ട്രൈ നോക്കിയാൽ കൊള്ളാം. പക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും എല്ലാം വെറൈറ്റി ടേസ്റ്റ്. പക്ഷെ ഏത് ഇപ്പം എടുക്കണം എന്ന് അറിയത്തില്ല. പണ്ടത്തെ അത്ര ഫ്ലേവർ ഇല്ല. ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളു. എന്നാലും ഉള്ളത് പറഞ്ഞു. ഇത്രയും കഴിച്ച ആൾക്കാരുടെ ഫ്ലേവർ പോകും. ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളു. ആദ്യം തൊട്ടേ ഇല്ല. ഫൈനൽ പീസ് കേട്ടാ. അപ്പോൾ മിൽക്ക് ഷേക്ക് നമുക്ക് 1000 കാലറി. എത്ര 1000 കാലറി മിൽക്ക് ഷേക്കിന് മാത്രം വരും. അതിന്റെ മണ്ടയ്ക്ക് ഐസ്ക്രീം വരുമ്പോൾ 1200 കാലറിയോളം വരും. നമുക്ക് നോക്കാം. 1200 കാലറി മിൽക്ക് ഷേക്കിന് മാത്രമല്ലേ? 1200 മിൽക്ക് ഷേക്കിന് മാത്രമാണ്. അതിന്റെ പൊക്കത്ത് ഐസ്ക്രീമും വരും. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മിൽക്ക് ഷേക്ക് ആട്ടോ. ഹൈ 1 ലിറ്റർ മിൽക്ക് ഷേക്ക്. അപ്പോൾ അതിന്റെ കാലറി കൗണ്ട് വരുന്നത് ഐസ്ക്രീമിന് 1000-1200 കാലറി. അതിന്റെ മണ്ടയ്ക്ക് ആഡ് ഓൺ വരുന്ന മിൽക്ക് ഷേക്ക് ആണ് 1200 കാലറി. അതിന്റെ ആഡ് ഓൺ നമ്മൾ ടോപ്പിംഗ് സ്കൂപ്പ് ഐസ്ക്രീം വെക്കുന്നുണ്ട്. അതിന് 600 കാലറി. പിന്നെ അതിന്റെ ഒപ്പം മിൽക്ക് വരുന്നുണ്ട് 300 കാലറി. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ടോട്ടൽ 1900 കാലറിയാണ് നമ്മൾ ഈച്ച് കഴിക്കാൻ. ശരിക്കും വരുന്നത് 1900-2500 വരെയാണ് ChatGPT പറയുന്ന കണക്ക്. പക്ഷെ നമുക്ക് പറഞ്ഞായിരുന്നു ലോവസ്റ്റ് വാല്യൂ എടുക്കാവുന്ന ChatGPT കാണിക്കുന്നത് ഈച്ച് ആട്ടോ. ഞാൻ 1900. പിന്നെ നമ്മൾ ഒരു സാധനം അല്ല കഴിക്കണം, 2 ഡിഫറെന്റ് ഫ്ലേവർ ആണ്. അതെ, ഒരു ടീം ഗെയിമാണ്. യു ക്യാൻ ഡു ഇറ്റ്. ഫസ്റ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഐ ബിലീവ് ഇൻ യു. എൻ്റെത് മറ്റേ ഇത് 500 കാലറി അല്ല, 400 കാലറി ആയിരുന്നു. അപ്പോൾ 2648 ആയിരുന്നു, 700 അല്ല. ഓ നീ ഇപ്പോഴും കഴിക്കുവാണല്ലോ. തീരാറായി കേട്ടാ. ഏകദേശം ഹാഫ് കഴിഞ്ഞു. നമ്മുടെ സാധനം വന്നു കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം. ഇത്ര ചെറിയ സാധനം കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ 1900 കാലറി എന്നൊക്കെ കാണിച്ചായിരുന്നു. ഇവിടുത്തെ ചേച്ചിക്കും കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ കാലറി കൗണ്ട് എത്രയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുടിക്കാം. നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തല്ലേ. അപ്പോൾ ആരംഭിക്കാം. സമ്മതിക്കണല്ലോ. എങ്ങനെ കഴിക്കും ഇത്രോ? കഴിക്കുന്ന സമയത്ത് മിണ്ടാൻ പാടില്ല. ഓക്കെ, മിന്നണ്ട. കമാൻ വൺ മോർ പീസ് ലെഫ്റ്റ്. ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. വലുതാ. അതേ ഉള്ളൂ ബാക്കി. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഈ ലാർജ് പോർഷൻ തീർന്നു കേട്ടോ. ഇതിനകത്ത് മിൽക്കും മിൽക്ക് ഷേക്കിൻ്റെ ആ കണ്ടന്റും പിന്നെ ഐസ്ക്രീമും എല്ലാം കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് തീർന്നിട്ട് ഭയങ്കര സിമ്പിളായിരുന്നു. എനിക്ക് ഒട്ടും ഒന്നും തോന്നിയില്ല. എന്തായാലും കാര്യമായി നമുക്ക് ഇത്ര കാലറി പെട്ടെന്ന് കുടിക്കുക തീർക്കാൻ പറ്റി. അപ്പോൾ ഈ ലാസ്റ്റ് സിപ്പത്ത് എടുക്കാൻ പോകട്ടോ. ലാസ്റ്റ് പരിപാടി കഴിഞ്ഞു. ആരാ കഴിക്കുന്നത്? ഞാനല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ചിയർ ചെയ്യുന്നത്. വേണ്ട, അല്ലേ എനിക്ക് അസ്നാസ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിച്ചാൽ പോരെ. ചേട്ടൻ
ഭയങ്കര ഡീമോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു പറയും. ഞാൻ ചെയ്യുന്നില്ല നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നെ അല്ല പൊതുവെ. അത് ബുദ്ധിയില്ലാത്ര തോന്നുന്നേ. അപ്പൊ അവർക്ക് ബുദ്ധി ഇല്ലെന്നാ? മെജോറിറ്റി ആൾക്കാർക്ക് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാം. കുറച്ചൊരു 10 വിരലെണ്ണാന്ന് ആൾക്കാർക്ക് മാത്രമേ തോന്നാറുള്ളൂ ഡീമോട്ടിവേറ്റ് ആണെന്ന്. ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞതാ. ആരാണ് ആൽപ്പൻ? കുറച്ചു പേര് പറയാം. കുറച്ചു പേര് ആകെ വിരലുണ്ടാവുന്ന ആൾക്കാരെ അവര്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, പോരട്ടെ അങ്ങനെ പറഞ്ഞിട്ടേ അപ്പൊ അവര് കഴിച്ചു കഴിഞ്ഞാ അവർക്ക് തന്നെയല്ലേ, അപ്പൊ അതുകൊണ്ട് പറയുന്നേ. ഓക്കെ. നമ്മൾ ഇതിൻ്റെ അകത്ത് 700 ml ഒരു ടബ് എടുത്തിരിക്കുന്നത് അൽഫോൺസോ മാംഗോ ഐസ്ക്രീമിന്റെ. ഏകദേശം 510 രൂപയാണ് ഈ ഒരു ടബിന്. അപ്പോൾ നമ്മൾ ഇതിന്റെ കാലറി നോക്കിയപ്പോഴേ ഇത് ഹാഫ് ടബ് ആയിരുന്നു. 700 to ഇത് ഫുൾ ടബ് വന്നിരിക്കുന്നത്. 700 ml ഐസ്ക്രീമിന് നമുക്ക് എസ്റ്റിമേറ്റഡ് കാലറി വരുന്നത് 1400 to 1800 ആണ്. നമ്മളിപ്പോൾ ലോവസ്റ്റ് ക്യാപ്പ് എടുത്തേക്കുന്നത് 1400 കാലറിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ മിൽക്ക് ഷേക്ക് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ബ്രോ ഇനിയും ഇത് കഴിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എടുത്തിട്ട് നമുക്ക് ബാസ്കറ്റ് റോബിൻസിൽ ഇറങ്ങാം. കുറച്ച് ബാക്കിയുള്ളല്ലോ, പെട്ടെന്ന് തീർക്ക്. എന്തെങ്കിലും ആട്ടെ. ഇപ്പോൾ ഫുൾ എല്ല് മാത്രമേ ഉള്ളൂ പ്ലേറ്റിനകത്ത്. അവൾ കഴിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് കൂടി ചേർക്ക്, ബാക്കി രണ്ടും തീർന്നല്ലോ. നിന്ന് ഇതിൽ കഴിക്കാൻ പോകണോ? തീർക്കണ്ടടാ, പോണ്ടേ? എടാ 1 മണിയായതേ ഉള്ളൂ. പക്ഷേ 3 മണിക്കൂറുണ്ട് നമുക്ക്. 3 ഒന്നുമല്ല, അത് ഫുള്ളുണ്ട്. പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു കിട്ടും. കുഴപ്പമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? തിന്നാനല്ല, ഇത് ഉടച്ചുതരാം. തിന്നാനൊന്നും എനിക്ക് വയ്യ. ചേട്ടന് വെയിലത്ത് നടത്തിപ്പിക്കണം അല്ലേ? വെയിലത്ത് കുറച്ച് നടന്നാലേ നമുക്ക് കാലറി ഒക്കെ ബേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാന്ന് പറഞ്ഞ് ഈ വെയിലൊക്കെ കൊണ്ട്, ഈ കൊച്ചിയിലെ വെയില് കൊണ്ട് ടാൻ അടിച്ച്. കൊച്ചിയിലെയും പിന്നെ ആലപ്പുഴയിലും വെയില് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഒരേ വെയിൽ ഇല്ല. ഒരേ വെയിൽ തന്നെ എല്ലാ സ്ഥലത്തും. നീ കുറച്ച് കൊണ്ടാ മതി. ഇത് തീർക്കും, ഒരു സീനുണ്ടാ. പോവാം, നമുക്ക് പോവാം. സമയം ട്രാവൽ തീർക്കട്ടോ പ്ലീസ്. എന്തൊരു കട്ടിയാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിടാൻ കേട്ടോ. ഇത് ഓവർ ഫ്രീസ് ആയി പോയി. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്, സ്റ്റാർബക്സ്. ഇവിടെ നിന്ന് നമ്മൾ ഡ്രിങ്ക്സ് എല്ലാം ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. ഡ്രിങ്ക്സും ഡിസേർട്ട്സും ഇവിടെ നിന്ന് 2 ഐറ്റം മേടിക്കും. എന്നാലും ഏറ്റവും ഹയസ്റ്റ് കാലറി നമുക്ക് പൊക്കിട്ട് വരാം. ബാ, എന്ത് തോന്നുന്നു? കഴിക്കുമല്ലോ? ഷേക്കാ? സ്ട്രോബെറി മതിയാ? പെട്ടെന്ന് വേണോ? ആ മിൽക്ക് ഷേക്കിന്റെ കൂടെ പ്രോട്ടീനും ആഡ് ചെയ്യാം, പിന്നെ എക്സ്ട്രാ കാലറി ആയിക്കോളും. 244 പേയ്മെന്റ്. എന്റെ ഇൻസ്റ്റിങ്സ് പറയുന്നത് അവരിവിടെ വന്ന് കാണും ചിലപ്പോൾ. ഇത് പാലരട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പാലാരിവട്ടത്തുള്ള ബാസ്കറ്റ് റോബിൻസിന് ഒരു 210 മീറ്റർ അപ്പുറത്ത് പിസ്സ ഹട്ടിൽ പോകാം കേട്ടോ, പിസ്സ കഴിക്കാൻ വേണ്ടി. വിശക്കുന്നു ഭയങ്കരമായിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളപ്പോൾ അവിടെ നിന്ന് നടന്ന് നേരെ പിസ്സ ഹട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പിസ്സ കഴിക്കാന്ന് വെച്ചു, കാരണം ഇത്ര നേരം നമ്മൾ ഫുൾ കുടിക്കുമായിരുന്നു. ഐസ്ക്രീം ടാസ്ക് ആണോ? നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ബാസ്കറ്റ് റോബിൻസിലെ പരിപാടി കഴിഞ്ഞു ഗൈസ്. നെക്സ്റ്റ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകട്ടെ. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പീനട്ട് ബട്ടർ കഴിക്കാം. പീനട്ട് ബട്ടറിന് ഗുണമെന്ന് വെച്ചാൽ 1 കിലോ കഴിച്ചാൽ 5880 കാലറി. പക്ഷെ 1 കിലോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമുക്ക് നോക്കാം. അര കിലോ നോക്കാം. കമോൺ. 2 ഡ്രിങ്ക് വന്നിരിക്കുന്നത്. ഇത് പ്രോട്ടീൻ ആണ്, ഈ പൊക്കത്ത് കിടക്കുന്ന. എൻ്റെ ഈ ഡ്രിങ്ക് 1194 ഇത്രയാണ് ചെയ്യുന്നത്. ഒടുക്കത്തെ കാലറിയാണ്. അവളുടെ 1187 പ്രോട്ടീൻ എക്സ്ട്രാ ആഡഡ് ആണ്. എൻ്റെ 1294. വ്യത്യാസം ചോക്ലേറ്റിന്റെ ആയിരിക്കും കുറച്ച്, നിന്റെ സ്ട്രോബെറി അല്ലേ അതാ. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഞാൻ മേടിച്ചത് ഈ റിയലിന്റെ 1 ലിറ്ററിന്റെ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഇതിന്റെ കാലറി കൗണ്ട് വരുന്നത് 450 കാലറിയാണ്. അതുപോലെ തന്നെ അളിയും വാങ്ങിച്ചത് ഇതാ നമ്മുടെ 1 കിലോ പീനട്ട് ബട്ടർ. 1 കിലോ പീനട്ട് ബട്ടർ ഇതിൽ കൊടുത്തേക്കുന്ന 625 per 100 gram ആണ്. ഇത് 1 കിലോ ആണ്. അപ്പോൾ 6250 കാലറിയാണ് 1 കിലോയിലുള്ളത്. അപ്പം കുടിച്ചു തുടങ്ങാമല്ലേ? ഞാൻ പൊട്ടിക്കട്ടെ, ഭയങ്കര ദാഹം. നമുക്ക് സ്പൂൺ കിട്ടിയിട്ടില്ല, അപ്പുറത്തെ കടയിൽ പോയി സ്പൂൺ മേടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെയൊന്നും കുടിക്കണ്ട. ഇനി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇതെന്ത് ഐസാണ്. ഉടുക്കുക തണുപ്പല്ല. ഞാൻ ഇപ്പൊ കുടിച്ചു തീർക്കാൻ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റിയൽ മേടിച്ച് കുടിക്കുന്നത്. ഞാൻ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മേടിച്ച് കുടിച്ചിട്ടില്ല. ഇത്രയും എങ്ങനെ ഇരിക്കുമെന്നോ വിലയൊക്കെ നോർത്തിട്ട്. ഇന്ന് അർജുൻ ഭായ് കാരണം ഞാൻ ഇന്നെല്ലാം ആദ്യം ട്രൈ ചെയ്തു. ബാസ്കറ്റ് റോബിൻസിന്റെ അതേ ട്രൈ ചെയ്തു, അതുപോലെ സ്റ്റാർബക്സ് അതേ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, ക്യാഷ് നോക്കേണ്ട ആവശ്യമില്ല, അർജുൻ ഭായ് കൊടുത്തോളൂ. ഫസ്റ്റ് ടൈം ഇന്നെല്ലാം ട്രൈ ചെയ്യുക, ഏറ്റവും കാലറി ഉള്ളൂ. ഈസി ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നേരെ പിസ്സ ഹട്ടിലേക്ക് പോവാം. അവിടെ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് റിയൽ എൻ്റെ ഏകദേശം 3:15 ഇവൻ തിന്നില്ല. തിന്നാൻ പ്ലാൻ ചെയ്യുന്നത് ഇതാ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങാം. പിന്നെ ഞാൻ വേറെ ഒന്നും കഴിക്കൂല കേട്ടോ. വേറെ ഒന്നും കഴിക്കൂലല്ലേ? ഓക്കെ, അതാണ് പ്ലാൻ കേട്ടോ. ആണോ? അതാണ് പ്ലാൻ. ഞാൻ 6 സ്പോട്ടിൽ കഴിക്കുന്നത് ഒരുമിച്ച് കഴിക്കുന്നത്. ഓക്കെ ഡീൽ, അത് മതി. അപ്പം അങ്ങനെ ഒരു 6000 രൂപയുടെ വന്നൊരു സംഭവമാണ് സെറ്റ് ചെയ്യുന്നത്. കൂട്ടുകാരെ നോക്കിയേ, ഇതാണ് എൻ്റെ ലാർജ് പിസ്സ. അപ്പോൾ ഇതിൻ്റെ കാലറി കൗണ്ട് ഞാൻ മെനു കാർഡ് എടുത്തിട്ട് വരാം കേട്ടോ. അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ്. ഗൈസ്, ഞാൻ ഓർഡർ ചെയ്തത് ഈ ചിക്കൻ ടിക്ക സുപ്രീം എന്ന് പറഞ്ഞാണ് അതിൻ്റെ തിൻ ആൻഡ് ക്രിസ്പി.
അതിൽ കാലറി വരുന്നത് 274 കാലറി പെർ 100 ഗ്രാമാണ്. 274 ഇൻറ്റു 5 അഞ്ചല്ലേ? 500 ഗ്രാമിൻ്റെ. അപ്പം അതിന് 1370 കാലറി വരും കേട്ടോ എൻ്റെ സാധനത്തിന്. അതുപോലെ തന്നെ ബ്രോയുടെ സാധനത്തിന് 204 കാലറി ഉള്ളൂ. ഇത് കണ്ടോ, 204 കാലറിയാണ് സ്പ്രിങ്കിൾഡ് ഫ്രൈസിന്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഫ്രൈസ് ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു കേട്ടോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 100 ഗ്രാമിനാണ് 204 കാലറി എന്നാണ്. പക്ഷേ നമുക്ക് ഓർഡർ വന്നേക്കുന്ന 150 ഗ്രാമാണ്. അപ്പം ഒരു 102 കൂടും. അപ്പോൾ 204 + 102 306 കാലറി വരും. അത് ബോയ്സ്, നമ്മളിത് 4ാമത്തെ സ്പോട്ടിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് തുടങ്ങി. മെയിൻ ഹെവി മീലൊക്കെ തുടക്കത്തിൽ കഴിച്ചായിരുന്നു. എന്തായാലും നമുക്കിനി കുറച്ച് ഡേറ്റ്സ് കഴിച്ച് നോക്കാം. അതിനുള്ള സ്പേസും എനിക്കുണ്ട്. ഇവൾക്ക് പറ്റാവുന്ന ഇവളും കഴിയും. ഓൾറെഡി നമ്മളിപ്പോൾ 7300 എത്രങ്ങാണ്ട് കാലറി എത്തിയിട്ടുണ്ട്. അളിനെ കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് തീർന്നു. പിന്നെ മെയിൻ ടാർഗറ്റ് ഗോൾ 6000 ഇത് കഴിക്കാനുള്ള പീനട്ട് ബട്ടറിലോട്ട് കയറിയിട്ടുണ്ട്. അത് എങ്ങനെയാവും അതൊക്കെ നമുക്ക് കണ്ടറിയാം. അതൊക്കെ ഒട്ടും. പക്ഷേ അളിന് എന്തായാലും കഴിച്ചു തുടങ്ങും. എനിക്ക് 100% ഇതുണ്ട്. എടാ, ഞാൻ ഇത് കഴിച്ചു തുടങ്ങും, നിനക്ക് ഉറപ്പല്ലേ? ഇനി കുറച്ചൊരു 4-5 സ്ലൈസ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതോടെ കഴിച്ചു തീർക്കാം. ബ്രസീലിയൻ കേട്ടാ. എന്തുവാ ചക്കക്കുരു? ചക്കക്കുരു പറഞ്ഞിട്ട് ചിരിക്കുന്നതിനാണ്. 650 കാലറിയാണ് ചക്കക്കുരു. ഇത് വാൾനട്ടിന് എത്രയായിരുന്നു? അത് 650 കണ്ട. ആണോ? അപ്പൊ അത് 100 ഗ്രാം എടുക്കുവാണോ? പറ. അതെ, കമോൺ, ഡിസൈഡ്. ഇത് ചക്കക്കുരു അല്ല കേട്ടോ, അതായത് ബ്രസീലിയൻ നട്ട് തന്നെ. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നീതല്ലേ പറഞ്ഞ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ട് വന്ന അത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം തട്ടിപ്പോന്ന് അറിയത്തില്ല. ഒരു സെലീനിയം എന്ന് പറഞ്ഞ എന്തോ വളരെ ഹൈ എമൗണ്ടിലുണ്ട് അതിനകത്ത്. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഇക്കൽ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഹെവി ഓയിൽ ഫ്രൈ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഫിഷ് ഫ്രൈ പറയുവാണ്, നെയ്മീൻ ഫ്രൈ. അപ്പോൾ നെയ്മീനൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം, പക്ഷെ നമ്മൾ മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ 2500 കാലറിയാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നീ ബദാം, നീ കാഷ് കഴിക്കാന്ന് പറഞ്ഞു. നീ ആദ്യം ബ്രസീലിയൻ നട്ട് കഴിക്കാന്ന് പറഞ്ഞു, പിന്നെ അവള് വാൾനട്ട് കഴിക്കാന്ന് പറഞ്ഞു, കാഷ് പറഞ്ഞ് ഇപ്പം പറയുന്ന ആൽമണ്ട് കഴിക്കാന്ന്. 100 ഗ്രാം 200 200 മെനക്കെട്ടായിരിക്കും കേട്ടോ കാഷ്. അവള് പീനട്ട് കഴിക്കുകയാണ്. 1000 കാലറിയുടെ പൊക്കത്തെങ്ങാനുണ്ടെന്ന് തോന്നുന്നത്. പൊക്കത്തുണ്ട്. ഇത് ഞാൻ കഴിക്കുന്ന ഇത് സ്പൂണില്ല, വേറെ കുഴപ്പം. ഒന്നും കിട്ടാത്തനല്ല, എനിക്ക് സ്പൂൺ കിട്ടുന്നില്ല. ഇതിപ്പോ ഞാൻ കൈവച്ച് വാരി കൈവച്ച് വാരി കഴിക്കാനാ. അതിന്റെ 3/4 ഭാഗം അടിസക്കെ എന്റെ ലാസ്റ്റ് പീസ് ആണ്. ലാസ്റ്റ് പീസ് ദേഹത്ത് മൊത്തം ഒരുമാതിരി ഒട്ടിച്ച് വെച്ച പോലെ ഇരിക്കുന്നു. 1300 കാലറിയുടെ പീസ് ആയിരുന്നു. അതിന്റെ ലാസ്റ്റ് സ്ലൈസ് കഴിക്കാൻ പോവാ. 6250 കാലറിയുടെ 3/4 ഭാഗം കഴിച്ചു. ഭയങ്കരമായ ആൾ സാർ. ചത്തടാ, ശരിക്കും ചത്തു. നമ്മള് പട പൊരുന്നോ, നമ്മള് റോയൽ ചലഞ്ചേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ തീറ്റ തുടരുന്നു. ഞാൻ വാൾനട്ട് ഒക്കെ കഴിച്ചിട്ട് കുറെ നാളെ 200 ഗ്രാം കിട്ടി. നോക്കി, വാൾനട്ട് കൊള്ളാം, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല വാൾനട്ട്. ബാഡ് ഡിസിഷൻ. നല്ല വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. നല്ല വെള്ളം. നല്ല വെള്ളമാ. വെള്ളം ഒന്ന് കുടിച്ചു നോക്കിയേ. വെള്ളം കാലറി ഇല്ല കേട്ടാ. വെള്ളം അത് ചുമ്മാ കുടിക്കാം. വെള്ളം കുടിച്ചു നോക്കിയേ. പറയില്ലെന്ന് പറയുവേ. ഞാൻ ഡെയിലി ബിസ്ലറി കുടിക്കുന്ന. പക്ഷെ ഇതൊരു വേറെ മതി. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ എന്റെ പിസ്സ ലാസ്റ്റ് പീസ് ഇത് കഴിയാൻ പോയി കേട്ടോ. അപ്പൊ നമ്മൾ ഇത് കഴിച്ച് വെച്ചിട്ട് നേരെ ഫിഷ് ഹാർബർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ട് പോവാം, കലൂരിനടുത്തായിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് 1 കിലോ നെയ്മീൻ കഴിക്കാൻ പോവാം. അപ്പോൾ 1 കിലോ നെയ്മീനകത്ത് ഏകദേശം 1300 കാലറി ഉണ്ട്. ഫിഷ് ഫ്രൈ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അല്ല, പക്ഷേ ഹൈലി ഓയിൽഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണെങ്കിൽ 2500 കാലറിയാണ് ChatGPT പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫെല്ലാം നമ്മൾ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യാം. തീർന്നല്ലോ ഓൾമോസ്റ്റ്. 1 2 3 4 ഫുള്ളും കഴിക്കണം. ഇത് കഴിച്ചിട്ട് തീർന്നില്ല ഈ സാധനം. അതിനിപ്പോ വാങ്ങിയതല്ലേ ഉള്ളു. ഒരു എണ്ണ പോലെ വരുന്നില്ല അതിനകത്ത്. പല്ല് വരെ എടുക്കുന്ന കഴിച്ചത്. പല്ല് നമുക്ക് ഡെന്റിസ്റ്റിനെ കൊണ്ടുപോയി ശരിയാക്കാം. ഈ വീഡിയോ കാണുന്ന ഡെന്റിസ്റ്റ് അർജുനമ്മീനെ കോണ്ടാക്ട് ചെയ്യുക. ചേട്ടന്റെ പല്ലൊന്ന് നന്നാക്കണം. മേടിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് എനിക്ക് വാൾനട്ട് വലിയ പിടിയില്ലെന്ന്. 200 ഗ്രാം തന്നെയാണോ? 1 കിലോ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗൈസ്, നമ്മളങ്ങനെ ഈ ഹാർബർ ഫിഷ് റെസ്റ്റോറൻറ്റ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ നെയ്മീൻ കഴിക്കാൻ വേണ്ടി വന്ന്. നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ 1 കിലോ നെയ്മീൻ കഴിക്കായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു 1800-2000 അടുത്ത് കാലറീസ് വരുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ആകെ 4 പീസും കൂടെ ഉള്ളൂ ബാക്കി. അപ്പോൾ 4 പീസ് എന്ന് പറയുമ്പം ഒരു പീസ് 200 ഗ്രാം, അപ്പോൾ 800 ഗ്രാം വരും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഡീപ്പ് ഫ്രൈഡ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇതിന് 1400 കാലറീസ്, 1400 to 2000 ആണ്.
അപ്പോൾ അതിന്റെ ലോവസ്റ്റ് ക്യാപ്പ് നമ്മൾ എടുത്തു 1400 കാലറി നമുക്ക് കഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് 1/3 ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും കടയിൽ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ കാലറിയും കൂടും, അതിലൂടെ ഇത് കഴിക്കാനും പറ്റും. അല്ലെങ്കിൽ ഇത് ഒടുക്കത്തെ ബുദ്ധിമുട്ട്, വായൊക്കെ കീറിയത് ചവച്ച് വെച്ച്. അവിടെ ഒടുക്കത്തെ എണ്ണമായ ഈ സാധനത്തിന്. ഞാൻ വലുതായിട്ട് പോകാനായിട്ട് കഴിക്കാറുമില്ല. ബുദ്ധി വെക്കട്ടെ, കണ്ടന്റ് ഇടണ്ടേ. ഞാൻ ഓൾറെഡി എനിക്ക് തലയുടെ സൈസ് കണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിയല്ലേ. അതെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ നമുക്ക് കിട്ടി കേട്ടോ. ഇവിടെ ഷോപ്പ് അടയ്ക്കാൻ പോകും, 4 മണി ഷോപ്പ് അടയ്ക്കാൻ ഡൈനിങ് നിർത്തി നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കഴിക്കാം. ഇവിടെ 4 കവറിലായിട്ട് 4 പീസ് മീനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് 1 മീനായിട്ട് കൂട്ടുമോ അല്ലെ 4 ഐറ്റമായിട്ട് കൂട്ടുമോ? എന്തായാലും നിങ്ങൾ കമന്റ്സിൽ പറയും. ഇത് 171 കാലറി കേട്ടാ. ഇവളൊന്നും മേടിച്ചില്ല, അവൾക്ക് മാക്സ് ഔട്ട് ആയെന്ന് തോന്നുന്നു. ഇനി ഞാൻ പിടിക്കാൻ പരമാവധി ബാക്കി 1 മണിക്കൂർ. വെള്ളം കുടിക്കട്ടെ. ഞാൻ കുടിക്കുന്നില്ല, നോക്കി ഇതിനകത്ത് ഫുള്ള് പീനട്ട് ബട്ടർ. ഇത് ഞാൻ കുടിക്കുന്നില്ല, ഞാൻ കുടിക്കുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, മീൻ കഴിക്കാൻ ഇവിടെ ഫസ്റ്റ് മീൻ എടുക്കാൻ പോകട്ടോ. ഭയങ്കര ചൂട്, ഫ്രഷ് സാധനം കേട്ടോ. കഴിക്കണം, പക്ഷേ ചൂട് കാരണം പിടിക്കാൻ പോലും പറ്റുന്നില്ല. നല്ല ഡീപ്പ് ഫ്രൈ സാധനം കേട്ടോ. കൊളസ്ട്രോൾ ഒക്കെ റോക്കറ്റ് പോലെ വരും. നമ്മുടെ ഫൈനൽ ഓട്ടോ എത്തിയിരിക്കുന്നു. സ്റ്റേഡിയത്തിലോട്ട് പോകാം, ഫൈനൽ ലൊക്കേഷനിലോട്ട്. ഇൻഷാല്ലാ ഇപ്രാവശ്യം ജയിച്ചിൽ പോയിക്കോ. ഞാൻ ഇനിയൊന്നും കഴിക്കില്ല. ഇങ്ങനെ തളരല്ലേ നീ? അപ്പൊ നമുക്ക് നമ്മുടെ നെയ്മീൻ വേട്ട ആരംഭിക്കാം. നല്ല ചൂട് കേട്ടോ, ഓയിൽ കേട്ടോ, നല്ല ഓയിലിയാ. ഓയിൽ കൂടുതലാണ് കാലറി, ഇത്രയും കാലറി ഇടുന്നില്ല. അപ്പൊ ഇത് കഴിച്ചു തരുന്ന വരുന്നുള്ളൂ. ഈ ഇത്രയും വാൾനട്ടും ഈ ഒരു ജ്യൂസും കൂടി കഴിഞ്ഞാൽ 10000 കാലറി. ഗൈസ്, നമുക്കൊരു 15 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസും സ്മൂത്തിയും വരാൻ വേണ്ടി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് കഴിക്കാം. അകത്തിരുന്ന് ഫിഷ് കഴിക്കാൻ പറ്റില്ല, കാരണം ഫിഷിൻ്റെ സ്മെല്ലേ AC-ക്കകത്ത് ഫുൾ ഇങ്ങനെ കണ്ടാമിനേറ്റ് ആയിട്ട് സീനാണ്. ഇതായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ഫിഷ് ഫ്രൈ നമുക്ക് തിന്നാം. എന്തൊരു വലിപ്പം, ചൂട് കുറവുണ്ട്, കൊള്ളം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പനരവട്ടം ഹാർബർ ഫിഷ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. അത് സ്റ്റൗവിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പൂട്ടി. നിങ്ങൾ നാളെ പോയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഫൈനൽ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞ് ഈ ഫുൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു വട്ടം കറങ്ങിയാൽ മതി. ഇത്രയോട് ബാക്കിയുള്ള കേട്ടോ. ഫുട്ബോളിൽ നമ്മൾ 2 ഐറ്റം ഓർഡർ ചെയ്തത്. ഒന്ന് ഈ ഹവായി ബൗൾ സ്മൂത്തി, ഇതിന് ഏകദേശം 400 കാലറി ഉണ്ട്. പിന്നെ അതിന് ശേഷം ഈ പൈനാപ്പിൾ ജ്യൂസ്, ഇതിന് 150 കാലറി വരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കുടിക്കാം. കുഴപ്പമില്ല, ഹെൽത്തി ഓപ്ഷനാണെന്ന് തോന്നുന്നു. നമുക്ക് 400 കാലറി കിട്ടുന്നതിനകത്ത് തോന്നുന്നു. വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ ഹയർ കാലറി ഉള്ള ഉണ്ട്. മിൽക്ക് ഷേക്ക് ഉണ്ട്, പക്ഷേ മിൽക്ക് ഷേക്ക് നമ്മൾ ഓൾറെഡി കുടിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും അത് ഓർഡർ ചെയ്യാതെ. അല്ലെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് ഷേക്ക് ആയിരുന്നു നമുക്ക് 1000 കാലറി അടിക്കാം. ലസ്സിയും തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ 10000 കാലറി തീർന്നിരിക്കുന്നു. ഇത് ഞാനിതാ മേടിച്ചിരിക്കുന്ന മോൺസ്റ്റർ. ഇത് 100 ml 185 കാലറി. അപ്പോൾ ഇത് ഫുള്ളും കുടിക്കുന്നത് 925 കാലറി. അപ്പോൾ ഇതേ നമ്മുടെ സ്മൂത്തി തീരാറായി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോപ്പയിൽ കഞ്ഞി കുടിക്കുന്ന പോലെ, ഞാൻ ജാപ്പനീസ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കഞ്ഞി വെച്ചങ്ങ് കാച്ചാം. ഹലാസ് ഗായ്സ്, ഇപ്പോൾ 4:40, നമുക്ക് 20 മിനിറ്റോടെ ഉള്ളൂ. 5 മണിക്ക് കൃത്യം കലൂർ സ്റ്റേഡിയത്തിൽ എത്തണം. നമ്മൾ എത്തിയില്ല, നമ്മൾ ഡിസ്ക്വാളിഫൈ ആയിപ്പോൾ. നമ്മളിപ്പോൾ ഏകദേശം എത്ര ഒരു 18, 19 അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. കമോൺ, നമുക്ക് കയറാം. ഇത് 100 ഗ്രാം 200 കാലറിയാണ്. അപ്പോൾ ഇത് 31.5 ഗ്രാം ഉണ്ട്. അപ്പോൾ ഏകദേശം 63 കാലറി. ഒരു കടയിൽ നിന്ന് 2 ഐറ്റം മേടിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇത് അവള് തന്നെ കഴിക്കുന്നില്ലല്ലോ. ഇല്ല, 2 ഐറ്റം വാങ്ങണമെന്നേ പറഞ്ഞോളൂ. ഡിഫറെന്റ് ആണ്. ജ്യൂസ് 15 മിനിറ്റോടെ ഉള്ളൂ. 15 മിനിറ്റോടെ ഉള്ളൂ. അപ്പോൾ 15 മിനിറ്റുള്ള എനിക്ക് കുറച്ചും കൂടെ പീനട്ട് ബട്ടർ കഴിക്കാനുണ്ട്. ഇതിന് ഒരു മീൻ കഴിക്കാനുണ്ട്. പറ്റുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം കൂടെ കുത്തിക്കയറ്റണം. ടാസ്ക് ആവും, നോക്കട്ടെ, ബുദ്ധിമുട്ടായിരിക്കും. അവരെന്തായാലും കഴിച്ചാണ്. എന്താണ് ഇതിന്റെ അഭിപ്രായം? അവരൊരു MP ഒരു 10,000-12,000 കാലറി കഴിച്ചിട്ടുണ്ടാവും. അറിഞ്ഞാണ്ട് ഒരു സംഭവം തന്നെ. പുള്ളി ഒരു എസ്റ്റിമേറ്റ് ആണ് 10,000-12,000 വരെ കാലറി കഴിച്ചിട്ടുണ്ടാവും. അവളൊരു 6,500 700 7,000 അടിച്ചിട്ടുണ്ടാവും. നമ്മൾ അത്ര എത്തിയിട്ടില്ലല്ലോ. പിന്നെ നമ്മളെത്തിക്കും. ഏതാ കഴിച്ചേ? എനിക്ക് വിശപ്പ് കൂടിക്കൂടി വരികയാണോ എന്നിട്ട് കഴിക്കുന്നതോറും. ആണോ? ഇനി കടയിൽ പുറത്തു പോകണം. നിനക്ക് എഴുന്നേക്കാൻ പറ്റുവാ? എനിക്ക് പറ്റത്തില്ല. പിന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ ഫൈനൽ മീൻ വറുത്ത തിന്നാൻ പോവാം. വയ്യാണ്ടായെന്നല്ല, എന്താ പറയാ, ചത്തു എന്ന് വേണേ പറയാം. പക്ഷെ നമ്മളത് മുഖത്ത് കാണിക്കരുത്. അവിടെയാണ് നമ്മൾ മെത്തേഡ് ആക്ടിങ്. ഗൈസ്, ഇനി 8 മിനിറ്റ്. 8 മിനിറ്റ് നിങ്ങൾ നോക്കിക്കോ, ട്രാഫിക്ക് നോക്കിക്കോ. കൊച്ചിയിലെ ട്രാഫിക്ക് പല വട്ടം പല സിനിമയിലും പല പ്രശ്നമുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 5 മണിക്ക് എത്തിയില്ല, നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. നീ എന്ത് ചെയ്യും? ഭയങ്കര അവസ്ഥ തന്നെ. 4:53 ആയിട്ടുണ്ട്. 7 മിനിറ്റ് എത്തിയില്ലെങ്കിൽ നമ്മൾ ജയിച്ചു. യെസ് പോലും പറയാൻ പറ്റത്തില്ല. ഈ ഉന്മേഷമൊക്കെ എനിക്ക് ഡൈജസ്റ്റ് ആയി ഓൾറെഡി. ഇപ്പോഴും റെഡിയായി. ഇവിടെ കടയൊക്കെ അടച്ച് എനിക്കിപ്പോഴും കഴിക്കാനുള്ള നല്ല മൂടാ. പുള്ളി പറഞ്ഞു നമ്മൾ സമയത്ത് എത്തിയില്ല, നമ്മൾ തോക്കും. നമ്മുടെ സമയത്ത് എത്തിയല്ലോ. 1 മിനിറ്റ് ബാക്കിയുണ്ട്. അവന്മാർ ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മുടെ ചെറിയ സബ്സ്ക്രൈബറും കൂടി വീഡിയോക്കകത്ത് വന്നിട്ടുണ്ട്. അവരുടെ മാച്ച് കാണാൻ വന്നതായിരുന്നു. 7 മണിക്ക് മാച്ച്. 2 മണിക്കൂർ മുമ്പേ വന്നിരിക്കുകയാണ്. ഇപ്പൊ 5 മണി ആയിക്കഴിഞ്ഞാൽ ഞാൻ ജയിക്കും. സ്റ്റേഡിയം എത്താനോ? ഇവിടെ ആയിരുന്നു. 5 മണിയായി. 5 മണിയെക്കാട്ടും മുമ്പേ എത്തണമായിരുന്നു. ഇങ്ങോട്ടോടി പോവാ. 5 കറക്റ്റ്.
ഓ കൃത്യം 5 മണിക്കാണ് എത്തിയിരിക്കുന്നു. 1 മിനിറ്റ് ഇവർ ലേറ്റ് ആയിരുന്നു, ഇവർ തോറ്റേനെ. ഇവൻ ഇത് മാത്രമേ കഴിച്ചുള്ള. ആ 10,900 കാലറി. ഇത് നീ 9,000 കഴിച്ചാ, അത് 9,000 കഴിച്ചാ? ഇത് ലിസ്റ്റ് നോക്കട്ടെ ഇവന്മാർ എന്തൊക്കെ കഴിച്ചത്. കാഷ്യൂ 150, പിസ്ത 150, ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, എത്രയാന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ബോയ്സ്, അപ്പം ഇവരുടെ രണ്ടുപേരും ഞാൻ കാലറി കൗണ്ടൊക്കെ വെരിഫൈ ചെയ്ത് ഏകദേശം ഒരെണ്ണത്തിൽ മാത്രം ഒരു മിൽക്ക് ഷേക്കിൽ 850 ആക്കി. അത് 1,900 ആയിരുന്നു. അതല്ലാതെ വേറെ ഡിസ്ക്രിപ്പൻസി ഒന്നും ഇല്ല. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 16,500, 549. അടി ഞങ്ങളത് ലിറ്റിൽ ഷൈ ഓഫ് ഹൗ മച്ച്? Boys, we lost, okay? We only made up to 11K. എനിക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കളിക്കേണ്ടതായിരുന്നു. ഞാൻ പ്രതീക്ഷയില്ല 11 പോയിന്റ് പൊക്കത്തൊക്കെ കഴിക്കേണ്ടി വരുമെന്ന്. ഞാൻ ആ പീനട്ട് ബട്ടർ കാരണമാണ് തോറ്റത്. ഇത് ഇവർ കഴിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചേനെ. കുറച്ച് നാളായിട്ട് അറിയാം, തുടക്കം തൊട്ടേ ഇവൻ എന്നോട്ട് വന്നിട്ട് എനിക്ക് ചിലവായിട്ടുള്ളൂ. ഇവൻ തോറ്റപ്പോഴും എനിക്ക് പൈസ ചിലവായിരുന്നു. 16,000 രൂപ ഇവന്മാർ രണ്ടുപേരും കൂടി ഇപ്രാവശ്യം മേടിച്ചിട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം 10,000. എത്ര പൈസ മേടിച്ചോണ്ട് വന്നിരിക്കുക. ഇവന്മാരൊന്നും ഇനി വിളിക്കരുത്. ഞാൻ പോവാ.